മയക്കുമരുന്ന് കേസിൽ നടൻ ശ്രീകാന്ത് അറസ്റ്റിലായ സംഭവം തമിഴ്നാട് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബോളിവുഡിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പോലീസ് വിപുലമായ അന്വേഷണം തുടങ്ങി. കേരളം ഉൾപ്പെടെ അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ശ്രീകാന്തിനു പിന്നാലെ കൊക്കൈൻ പങ്കിട്ടു എന്ന് പറയുന്ന ഈഗിൾ എന്ന സിനിമയിൽ അഭിനയിച്ച നടൻ കൃഷ്ണയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ കഴിയുന്ന കൃഷ്ണയെ പിടികൂടാൻ 5 പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. കൃഷ്ണ കേരളത്തിലുണ്ടെന്നാണ് സംശയിക്കുന്നത്. അവിടെ കൃഷ്ണയുമായി അടുപ്പമുള്ളവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി കൃഷ്ണയ്ക്ക് ബന്ധമുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കൃഷ്ണയെ അറസ്റ്റ് ചെയ്താൽ സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ചെന്നൈയിൽ ചലച്ചിത്രമേളകളിലും സ്വകാര്യ ചടങ്ങുകളിലും മറ്റും വ്യാപകമായി കൊക്കൈൻ ഉപയോഗിച്ചതായും പോലീസിന് തെളിവ് ലഭിച്ചു. തമിഴ് സിനിമയിലെ പല നടന്മാരും നടികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പട്ടികയിലുണ്ടെന്നാണ് വിവരം. തുടക്കത്തിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് ആരംഭിച്ച അന്വേഷണം ഇനി കൊച്ചിയിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും വരെ നീളാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ശ്രീകാന്തിനെ ജൂലൈ 7 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. 43 തവണയായി 5 ലക്ഷം രൂപയ്ക്ക് ശ്രീകാന്ത് കൊക്കൈൻ വാങ്ങിയതായാണ് പോലീസിന് ലഭിച്ച വിവരം. സാമ്പത്തിക ഇടപാടുകൾ സ്ഥിരീകരിക്കുന്ന ഡിജിറ്റൽ പണം ഇടപാട് വിവരങ്ങൾ, വിൽപ്പനക്കാരുമായുള്ള മൊബൈൽ സന്ദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തിയിട്ടുണ്ട്.